يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിലെ ഏതൊരു കാര്യത്തിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ശരിയായ രീതിയിലും രൂപത്തിലും പാലിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് എന്നോടും എൻ്റെ സഹോദരങ്ങളായ നിങ്ങളോടും ഉണർത്തുന്ന വസിയ്യത്ത് ചെയ്യുന്നു. ഈ അടുത്ത് ഡൽഹിയിലൊരു സമ്മേളനം നടന്നിരുന്നു. നിങ്ങളുടെ ശ്രദ്ധയിൽ ചിലപ്പോൾ അത് പെട്ടിട്ടുണ്ടാകും. ലോക സൂഫി കോൺഫറൻസ്. ലോകത്തങ്ങോളം ഇങ്ങോളമുള്ള സൂഫികളുടെ ഇന്റർനാഷണൽ കോൺഫറൻസ് ആയിരുന്നു ഇന്ത്യയിൽ വെച്ച് നടന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ സുബ്രഹ്മണ്യം സ്വാമി ഇന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ്, നമ്മുടെ പേരിപ്പിന്റെ ഓർമ്മയിലില്ല, ഇങ്ങനെ പ്രഗത്ഭന്മാർ, ലോകത്തെ സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇത്രയും വലിയ മഹാന്മാരുടെയൊക്കെ പങ്കാളിത്തത്തോടുകൂടി നടന്ന ഒരു വലിയ സമ്മേളനം. കേരളത്തിൽ നിന്ന് ആള് പോയിട്ടുണ്ട്. ആളെ പേരും അഡ്രസ്സൊന്നും ഞാൻ പറയാൻ ആളല്ല. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ പ്രതിനിധി. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളും പോയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ച ഞാനിപ്പോൾ നടത്താൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നന്നായിട്ട് ചിന്തിക്കാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നരേന്ദ്രമോദി പ്രശ്നമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യക്ക് ചരിത്രമുണ്ട്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർക്കും ചരിത്രമുണ്ട്. പക്ഷെ നരേന്ദ്രമോദി അതല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചെലവിൽ ലോകത്ത് വലിയ പേരെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് അതിന് മുമ്പുണ്ടായിരുന്ന പ്രശസ്തി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല. സുബ്രഹ്മണ്യം സ്വാമി കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് കേരളത്തിൽ പലിശരഹിത ബാങ്കിംഗ് സിസ്റ്റം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ശ്രീ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ധനകാര്യ വിദഗ്ധന്മാരിൽ ഒരാളാണ് അദ്ദേഹം. ഇത് രാഷ്ട്രീയമല്ലോ ഈ പറയണത്. ഇനിയത് ഒരു പാർട്ടിക്ക് അനുകൂലമോ പ്രതികൂലമാകാൻ വേണ്ടി പറയുന്ന വർത്താനല്ല, ഒരു സംഭവം മാത്രം പങ്കുവെക്കുകയാണ് നിങ്ങളോട്.
അല്ലാതെ അത് ഇവർക്ക് അനുകൂലമോ ഇവർക്ക് പ്രതികൂലമോ ഇനി തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതുകൊണ്ട് ആ അർത്ഥത്തിൽ നിങ്ങളതിന് വിശകലനം ചെയ്യേണ്ട കാര്യം ഇല്ല. സാമ്പത്തിക വിദഗ്ധന്മാരെന്നൊക്കെ പറഞ്ഞ അതുകൊണ്ട് അദ്ദേഹം പഠിച്ചിട്ട് അദ്ദേഹത്തിന് ഇസ്ലാമിനോട് സ്നേഹം ഉണ്ടായതൊന്നുമല്ല. തോമസ് ഐസക്കിന് ഇസ്ലാമിനോട്, കാരണം കമ്മ്യൂണിസ്റ്റുകാരന് ഇസ്ലാമിനോട് സ്നേഹം ഉണ്ടാകേണ്ട കാര്യമില്ല, ഒരു മതത്തിനോട് സ്നേഹം ഉണ്ടാകേണ്ട കാര്യമില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെയാണ് വേണ്ടത് എന്നാണ് അവരുടെ ആശയങ്ങളും തരങ്ങളും ഒക്കെ പഠിച്ചാൽ മനസ്സിലാവുക. അത് മോശമോ ശരിയോ ഒന്നുമല്ല ഈ പ്രസംഗം കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ നിലക്കൊന്നും അതിനെ നിങ്ങൾ വിശകലനം ചെയ്യേണ്ട. അപ്പൊ തോമസ് ഐസക് എന്താണെങ്കിലും പറഞ്ഞു, കേരളത്തിൽ അത് നല്ലതാണ്. പലിശയില്ലാത്ത കുറെ പണം കേരളത്തിലേക്ക് ഡെപ്പോസിറ്റ് വരികയും ആ പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുമ്പോൾ സാമ്പത്തികമായ വലിയ ഒരു പുരോഗതി ഈ നാടിന് കൈവരിക്കാനുള്ള സാധ്യതകളുണ്ടാകും. അതുകൊണ്ട് ഗവൺമെന്റ് അതിനെ പിന്തുണച്ചുകൊണ്ട് അത്തരമൊരു നടപടിക്രമം നമുക്ക് ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അങ്ങനെ പലിശരഹിത ബാങ്കിംഗ് സിസ്റ്റം തുടങ്ങുന്നതിന് വേണ്ടി ഇസ്ലാമിക് പലിശ ബാങ്കിംഗ് സിസ്റ്റം എന്നാണ് അതിന് പറയാറുള്ളത്. ഇസ്ലാമിൽ മാത്രം വ്യക്തിയും സമൂഹവും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ മുഴുവൻ പലിശ നിഷിദ്ധമാണ് എന്ന് പറയുന്ന ചിലപ്പോൾ ഏക ജനവിഭാഗം മുസ്ലിങ്ങൾ മാത്രമായിരിക്കും. എല്ലാം എതിരാണ്, ഏത് വേദങ്ങളും എതിരാണ്. ഹൈന്ദവ, ക്രൈസ്തവ, ബൗദ്ധ, ജൈന, പാർസി ഏത് വേദങ്ങളെടുത്ത് പരിശോധിച്ചാലും പലിശ അംഗീകരിക്കുന്നില്ല. പലിശയിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനത്തെയും വേദങ്ങൾ അംഗീകരിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ലോകത്തത് നിലനിൽക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും നിങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. ലോകം ഭരിക്കുന്നത് പിശാചുക്കളുടെ സംഘങ്ങളാണ്, അല്ലെങ്കിൽ ലോകം ഭരിക്കുന്നവരെ നിയന്ത്രിക്കുന്നത് പിശാചുക്കളുടെ സംഘങ്ങളാണ്. വഇദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്നാ. ആളുകളൊക്കെ നമ്മളോട് വന്നിട്ട് പറയും, നമ്മളെയൊക്കെ കാണുമ്പോൾ പറയും ഞങ്ങളുമൊക്കെ വിശ്വാസികളാണ്, ദൈവത്തിലും മരണാനന്തര ജീവിതത്തിലും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നവർ പറയും. വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം. ആ നേതാക്കന്മാരും പ്രമാണിമാരും ഒക്കെ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന അധോലോക ഗ്രൂപ്പുകളുണ്ട്. അവരിലേക്ക് തിരിഞ്ഞു ചെന്നാൽ, ഇലാ ശയാത്തീനിഹിം, അവരുടെ ശൈത്താന്മാരിലേക്ക് തിരിച്ചു ചെന്നാൽ, ഖാലു, അവർ പറയും, ഇന്നാ മഅക്കും, ഞങ്ങൾ നിങ്ങളെ കൂടിയാണ്, ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൂടെയാണ്. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. അവരെ ഞങ്ങൾ വേറെ കളിയാക്കി പരിഹസിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെയൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്ത് അതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവും മോശയും മുഹമ്മദും അബ്രഹാമും ബുദ്ധനും ജൈനനും ഒന്നും അംഗീകരിക്കാത്ത ഒരു സാമ്പത്തിക ഘടന ലോകത്ത് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഭരണകൂടങ്ങളെയും അതിന്റെ സാമ്പത്തിക ഘടന കൈകാര്യം ചെയ്യുന്നവരെയും പിശാചുക്കളുടെ സംഘം, അത് മന്ത്രിസൂതിയാ പോകുന്ന പിശാചൊന്നുമല്ല. പലിശയുടെ പിശാചനങ്ങളൊന്നും മന്ത്രിസൂതി കിട്ടി ഇവിടുത്തെ ഏറ്റവും വലിയ ദർഗേന്ന് ഏറ്റവും നല്ല ചരട് വാങ്ങിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഹോമവും പൂജയും ചെയ്തിട്ട് നിങ്ങൾക്ക് പലിശയുമായി ബന്ധപ്പെട്ട ശൈത്താനെ പറഞ്ഞേക്കാൻ നിങ്ങൾക്ക് കഴിയൂ? ആ വലിയ സംവിധാനങ്ങളുള്ള അതിഭീമാകരമായ ആഴങ്ങളുള്ള ഒരു സംവിധാനത്തിൽ നിന്നാണ് അത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ലോകത്ത് നിലനിൽക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ലോകത്ത് അങ്ങനെ ജനസ്നേഹികളൊന്നുമല്ല ഭരിക്കുന്നത്, പിശാചുക്കൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള വലിയ ആളുകൾ. നിങ്ങളെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, അല്ലെങ്കിൽ ഇത് പാടില്ലല്ലോ. ഏതാണെങ്കിലും നിൽക്കട്ടെ. ആ പലിശ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു വേദം അംഗീകരിച്ചില്ല, ഇസ്ലാമും അംഗീകരിച്ചിട്ടില്ല. അതിനെതിരെ അതിശക്തമായിട്ട് ഇസ്ലാം വലിയ ആശയപരവും പ്രയോഗപരവുമായ കടന്നാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിപ്പോ നമ്മൾ വിശദീകരിക്കണല്ലേ. എന്താണെങ്കിലും അതുകൊണ്ട് ഈ ഒരു പലിശരഹിത വ്യവസ്ഥ അവിടെ ഒന്ന് പ്രയോഗിക്കണം. അങ്ങനെ ഗവൺമെന്റ് അതിന്റെ തീരുമാനമെടുത്ത സന്ദർഭത്തിൽ ഡൽഹിയിൽ നിന്ന് വിമാനം കയറി ഒരു മഹാൻ ഇവിടെ വന്നിറങ്ങി. അതാണ് നമ്മുടെ സുബ്രഹ്മണ്യം സ്വാമി. കൊച്ചി ഹൈക്കോടതിയിൽ, എറണാകുളം ഹൈക്കോടതിയിൽ അദ്ദേഹം കേസ് ഫയൽ ചെയ്തു. ഇത് ഇസ്ലാമിന്റെ സമ്പദ് വ്യവസ്ഥയാണ്, ഇത് മുസ്ലിങ്ങൾക്ക് ഗുണമുണ്ടാകാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതിവിടെ മതസ്പർദ്ധ ഉണ്ടാക്കും, മുസ്ലിങ്ങൾ സാമ്പത്തികമായിട്ട് വല്ലാതെ വളർന്നു വരും, അതുകൊണ്ട് അതൊരിക്കലും ഇവിടെ സമ്മതിക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ ഒരു സമ്പദ് വ്യവസ്ഥയും നമ്മളുടേതല്ലല്ലോ. ഇസ്ലാമിന്റെ അത്തരം മൂല്യങ്ങളൊന്നും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. മുസ്ലിങ്ങൾ ഇടപാട് നടത്തുമ്പം പലിശ കച്ചവടം നടത്താൻ പാടില്ല, അല്ലാത്തവരോടൊക്കെ പലിശ കച്ചവടം നടത്താം എന്നുള്ള ഒരു മതേതര സങ്കല്പം നമുക്കില്ലല്ലോ. ഇസ്ലാമിന്റെ സമ്പദ് വ്യവസ്ഥ ഇവിടുത്തെ ഓരോ മനുഷ്യനും കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
പലിശയില്ലാതെ കടക്കണിയിൽ വീഴാതെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുകയും ജീവിതത്തെയും അവന്റെ ഭാവിയെയും മനോഹരമായി അഭിമുഖീകരിക്കാൻ അവന് സംവിധാനം ഒരുക്കിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക ഘടനയാണ് ലോകത്ത് വേണ്ടത്. ഇന്ന് ലോകത്തതില്ല. ലോകത്തില്ല. അതിന്റെ സാമ്പത്തിക വിശദീകരണങ്ങളിലേക്ക് എളുപ്പമാണ്. പച്ച തട്ടിപ്പ് ഊതിവീർപ്പിച്ച കുമിളകളുടെ പുറത്താണ് ചിലർ അതിഭീകരമായി വളർന്നുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു സാമ്പത്തിക പ്രകടനങ്ങളും പ്രവർത്തനങ്ങളുമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ സമൂഹത്തിന് തുല്യമായി അനുഭവിക്കാനും മനുഷ്യ സമൂഹത്തിന് മുഴുവൻ അവകാശത്തിനനുസരിച്ച് വീതിച്ചു കൊടുക്കാനും കഴിയുന്ന ഒരു സാമ്പത്തിക സംവിധാനമല്ല ഇന്ന് ലോകത്തുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിക ലോകത്തടക്കം, ഇസ്ലാമിക ലോകം എന്ന് നമ്മൾ പറയുന്ന അറബ് രാജ്യങ്ങളിലടക്കം. അപ്പോൾ ഈ മഹാനും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. ബാബരി മസ്ജിദ് രാമക്ഷേത്രം ഉടനെ തന്നെ നിർമ്മിക്കണം. UP തെരഞ്ഞെടുപ്പ് കണ്ടിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് മൂപ്പര്. വീണ്ടും കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഈ മഹാനും ലോക സൂഫി ഉലമ സൂഫി കോൺഫറൻസിൽ പങ്കെടുത്തു ഡൽഹിയിൽ. പിന്നെ നമ്മൾ പറഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവും ആരായിരിക്കും ഇത് നടത്തിയത്, എന്തിനായിരിക്കും ഇത് നടത്തിയത്, എന്തായിരിക്കും ഇവർ ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്? ലോകത്തെ 2 തരം ഇസ്ലാം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ലോകത്തെ 2 തരം ഇസ്ലാം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഒന്ന് സായുധ ഇസ്ലാം, ബ്രസൽസിൽ പൊട്ടിക്കുന്ന ഇസ്ലാം. പലപ്പോഴും അതിന്റെ രാഷ്ട്രീയമൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ബെൽജിയത്തിൽ പൊട്ടുമ്പോഴേ പ്രശ്നമുള്ളൂ. നമ്മുടെ പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ ആഫ്രിക്കയിലെ 7ഓളം രാജ്യങ്ങളിൽ പല സന്ദർഭത്തിലായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇറാഖിലും സിറിയയിലും ലിബിയയിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും നിരന്തരമായി പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ചാവേറാക്രമണങ്ങൾ. എന്താ നമ്മുടെ പത്രങ്ങളിലും ചാനലുകളിലും അതൊരു വമ്പിച്ച വിഷയമായി മാറാത്തത്? ഫ്രാൻസിലും ബെൽജിയത്തിലും അമേരിക്കയിലും പൊട്ടുമ്പോൾ അത് മഹാസംഭവമാകുന്നു. ഒരൊറ്റ സ്ഫോടനത്തിൽ മാത്രം 200ഉം 250ഉം 75ഉം 50ഉം 20ഉം ആളുകളിൽ കുറഞ്ഞത് മരിക്കാത്തൊരു സ്ഫോടനം ഇറാഖിൽ നടക്കണില്ല, സിറിയയിൽ നടക്കണില്ല, ലിബിയയിൽ നടക്കണില്ല, ഈജിപ്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ നമ്മുടെ വമ്പൻ പത്രങ്ങളിലും ചാനലുകളിലും ഒരു അരികിൽ മാത്രം സ്ഥാനം പിടിക്കുന്ന അതെന്താ? അഫ്ഗാനി മനുഷ്യന്മാരൊന്നുമല്ലേ? ഇറാഖിയും ഇസ്രായേലിയും തുല്യൊന്നുമല്ലേ? അറബികൾക്ക് അമേരിക്കക്കാരന്റെ വിലയൊന്നുമില്ലേ? ഏഷ്യയിൽ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അവർക്ക് വില കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അക്കല് ബുദ്ധി എന്ന് പറയുന്നത് വെറുതെ തന്നിട്ടുള്ള ഒന്നുമില്ല. ആരാണ് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത്? ചാനലുകളിലേക്ക് ആരാണ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അത് വരുന്നുണ്ട്. അപ്പൊ ഇത് പൊട്ടിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, സായുധ ഇസ്ലാമിനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ്. അതിന്റെ പിന്നിലും അപകടകാരികളായ, നമ്മൾ തികച്ചും അത്ഭുതപ്പെട്ടു പോകുന്ന ശക്തികളാണ് അവരെ റിമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ആള് കത്തെഴുതിയിരുന്നു. നമ്മുടെ ഹൈദരാബാദ് സ്ഫോടനമോ ഏതോ ഒരു സ്ഫോടനത്തിൽ കക്ഷിയായ ഒരു സുഹൃത്ത് കത്തെഴുതിയിരുന്നു രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും. ഞങ്ങളെങ്ങനെ ഭീകരവാദ പ്രവർത്തകരായി എന്ന് പറഞ്ഞുകൊണ്ട് താടി വെച്ച ഉലമാക്കൾ വന്നിട്ട് ക്ലാസ് കൊടുക്കും, നന്നായിട്ട് ക്ലാസ് എടുത്തു കൊടുക്കും. എന്താ ക്ലാസ് കൊടുക്കുന്നത്? നിങ്ങൾ മുസ്ലിങ്ങളെ എല്ലാവരും കൊന്നുകൊണ്ടിരിക്കുന്നു, എല്ലാവരും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്കെതിരെ എല്ലാവരും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്, അത് വേറെ ചർച്ച. പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങളിങ്ങനെ ഇരുന്നാ മതിയോ? ഇതിനൊക്കെ പകരം വീട്ടണ്ടേ? ഇതിനൊക്കെ പ്രതികരിക്കണ്ടേ? ഇതിനൊക്കെ ബദലുകൾ ചെയ്യണ്ടേ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഈമാനുണ്ടോ? ജിഹാദുണ്ടോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇതിനൊക്കെ പകരം വീട്ടാൻ? ഒരു വിശ്വാസിയാണെങ്കിൽ അത് നിങ്ങൾ പ്രകടിപ്പിക്കണം. ക്ലാസ് എടുക്കുന്ന ആളുകൾ പോലും ഇന്റർനാഷണൽ ചാരസംഘങ്ങളുടെ മേധാവികളാണെന്ന്. നമ്മുടെ അടക്കം ചാരസംഘടനകളിൽപ്പെട്ട ആളുകൾ മുസ്ലിങ്ങളെ വൈകാരികമായി രംഗത്തിറക്കാൻ, പ്രകോപിതരാക്കാൻ, എന്നിട്ട് നമ്മൾ പ്രകോപിതരായി രംഗത്തിറങ്ങി ഓപ്പറേഷനുകൾ നടത്തുമ്പോഴേ മാധ്യമങ്ങളിൽ നിങ്ങൾക്കെതിരെ ഇവർ കെട്ടിത്തൂക്കപ്പെടേണ്ടവർ തന്നെയാണ്, ഇവർ അടിച്ച് കൊല്ലപ്പെടേണ്ടവർ തന്നെയാണ്, ഇവർ പിടിക്കപ്പെടേണ്ടവരും ജയിലിലടക്കപ്പെടേണ്ടവരും കുറ്റവാളികളുമാണിവർ. അത്തരമൊരു മാസ് പ്രോപ്പഗണ്ട, ഒരു വലിയ പ്രചരണം ലോകത്ത് നടക്കണമെങ്കിൽ
നിങ്ങളെ കൂട്ടത്തൊന്നും എന്റെ കൂട്ടത്തൊന്നും ആളെ കിട്ടണം. എന്നിട്ട് ഇവൻ അബ്ദുൾ റഷീദോ അബ്ദുൽ കബീർ അബ്ദുൾ റഷീദ് അവന്റെ പേര് തന്നെ അവനാ കത്തെഴുതിയിരിക്കുന്നത്. ഞങ്ങളിങ്ങനെയായി പോലീസിലെ ആളുകൾ ഞങ്ങളെ വിലക്കെടുക്കുക, ഞങ്ങളെ കൊണ്ടുപോവുക, എന്നിട്ട് ഞങ്ങളോട് പറയാം അവിടെ ഇത് നടത്തണമെന്ന്, എന്നിട്ട് ഞങ്ങളെ കയ്യിൽ സാധനങ്ങൾ എത്തിച്ചേരുക, എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സാധനങ്ങളുമായിട്ട് അടുത്ത് ചെല്ലുമ്പം ഭീകരവാദികളെ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ചിലപ്പോൾ വെടിവെച്ച് വീഴ്ത്തിയിട്ടും ജീവനോടെയും ഞങ്ങളെ പിടിക്കുക. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ് ഞാൻ. എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നവർ തന്നെയാണ് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതും. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല കേട്ടോ, പെട്ടെന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രശ്നമുണ്ട് ഇതിനൊക്കെ. എന്തിനാ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ? മുസ്ലിം സമുദായത്തിലെ യുവാക്കളെ, ചെറുപ്പക്കാരെ, തെണ്ടി നടക്കുന്നവരെ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ, ക്രിമിനലുകളെ, കുറ്റവാളികളെ, ഏതോ ഒരർത്ഥത്തിൽ എവിടെയെങ്കിലും വീണുപോയവരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ള, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഫ്രാൻസിലും ബെൽജിയത്തിലും ഒക്കെ പൊട്ടിക്കുന്നവർ ഈ ഗ്രൂപ്പിലുള്ളവരായിരിക്കും. അല്ല, ഇസ്ലാം ഒരു മനുഷ്യനെ കൊല്ലാൻ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ആരോടും സാധുത്തരം കൊണ്ട് പറയുന്ന വർത്താനൊന്നുമല്ല. ഇസ്ലാമിന്റെ മൗലികമായ ഉപദേശങ്ങളും സമീപനങ്ങളും കാരുണ്യവുമായി ബന്ധപ്പെട്ടതാണ്, ക്ഷമയുമായി ബന്ധപ്പെട്ടതാണ്. ഭരണകൂടവും കോടതിയും അതിന്റെ സൈനിക സംവിധാനങ്ങളിലൂടെയും നിയമപരമായ പ്രക്രിയകൾ നടക്കുന്നതിന് പകരം വ്യക്തികളോ ഗ്രൂപ്പുകളോ സംഘങ്ങളോ സായുധപരമായി പ്രതിരോധിക്കുന്ന, പ്രതികരിക്കുന്ന രീതിശാസ്ത്രം ഇസ്ലാം അവതരിപ്പിച്ചിട്ടില്ല. ഒരു ന്യായവുമില്ല. ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും നമ്മൾ സന്നദ്ധമാണെങ്കിൽ അതിന്റെ ആഴമുള്ള ചിത്രങ്ങൾ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരും. ചരിത്രത്തിലെ എല്ലാ ഘട്ടങ്ങളിലും പ്രയാസകരമായ സാഹചര്യങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ആ ഘട്ടങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. വൽ അസ്ർ, ചെറിയ സൂറത്താണല്ലോ, നിങ്ങൾ പഠിക്കും, നമ്മളൊക്കെ ഓതുന്നത്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. നിങ്ങൾ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. കന്നുകാലി കച്ചവടക്കാരവർ കെട്ടിത്തൂക്കിയിരിക്കുന്നു. എന്താണ് അതിന് ചെയ്യേണ്ടത്? ഇനി അത് ആവർത്തിക്കപ്പെടില്ല എന്ന് ഉറപ്പുള്ള ഒരു ഭരണകൂടമാണോ നമ്മുടെ രാജ്യത്തുള്ളത്? അത്തരം സംഭവങ്ങളെയും അതിന് നേതൃത്വം നൽകുന്നവരെയും വളരെ ആഴത്തിൽ പിടികൂടുന്ന മറ്റേ നമ്മുടെ JNU യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2 കുട്ടികൾ പുറത്തിറങ്ങിയല്ലോ ഇപ്പൊ. രണ്ടാമത് ആദ്യം കനയ്യകുമാർ ഇറങ്ങി, പിന്നെ ഉമർ ഖാലിദ് അനിത് ഭട്ടാചാര്യ. ഞങ്ങളുടെ പ്രസംഗത്തിൽ ദേശദ്രോഹമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ചിലർക്കിവിടെ എന്തും പ്രസംഗിക്കാം. അവർക്കെതിരെ ഒരു കോടതിയുമില്ല, ഒരു പോലീസുമില്ല, ഒരു സംവിധാനങ്ങളുമില്ല. ചില ആളുകളെ പേരൊക്കെ അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവരെ മാർക്സിസ്റ്റുകളൊക്കെ കേട്ടോ, ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ് ആ വിദ്യാർത്ഥികൾ. പക്ഷെ ഞങ്ങളെ തിരയുന്നു, ഞങ്ങളെ പിടിക്കുന്നു. നാവിനെല്ലില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പാർലമെന്റിന്റെ അകത്തിരിക്കുന്ന ആളുകൾ പോലുമുണ്ട്. അവരെ കൊല്ലണം, അവരെ തല്ലണം, അവരെ കൈകാര്യം ചെയ്യണം, അവരെ പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കണം എന്നൊക്കെ പറയുന്നവർ എവിടെ ഉണ്ട്? ഇതിലൊന്നും രാജ്യദ്രോഹമല്ലേ? ഈ രാജ്യത്തിലെ ഒരു പൗരനെ പിടിച്ചിട്ട് ചുരുട്ടി കേട്ടി പാകിസ്ഥാനിലേക്ക് അയക്കണമെന്ന് പറയുന്നത് ഏത് ദേശസ്നേഹത്തിന്റെ ഏത് രാജ്യസ്നേഹത്തിന്റെ പക്ഷെ അത് പറയുന്നവർക്കെതിരെ നടപടിയില്ലാതിരിക്കുകയും സ്വാഭാവികമായ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ പോലും അങ്ങനത്തെ ഒരു ഘടന നിലനിൽക്കുന്നു ഇവിടെ. അപ്പൊ നമ്മളെന്ത് ചെയ്യും? ആകെ കത്ത് കിടന്നിട്ട്, പുകയെ കിടന്നിട്ട്. ഖുർആൻ പറയുന്നത് അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ചോ, വീരുത്തം കാണിക്കണ്ട, തലതാഴ്ത്തൊന്നും വേണ്ട, പറയാനുള്ളത് നട്ടല് നിവർത്തി പറയണം. അതാ വതവാസൗ ബിൽ ഹഖ്. എത്ര വലിയ ഭരണകൂടമാണെങ്കിലും ശരി, എത്ര അപകടകരമായ സമീപനങ്ങളുള്ളവരാണെങ്കിലും ശരി, പറയുന്നിടത്ത് നിങ്ങൾക്ക് ഭീരുത്തുണ്ടാവാൻ പാടില്ല. അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരെയും കൂട്ടിയിട്ട്, സാമുദായികോ വർഗീയോ ജാതിയായിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. ഖുർആന്റെ വതവാസൗ ബിൽ ഹഖ്, സത്യത്തിന് വേണ്ടി നിങ്ങൾ പരസ്പരം വസിയ്യത്ത് ചെയ്യുക. ഹക്കിന്റെ വേറൊരർത്ഥം അവകാശം, വ്യക്തിക്ക് നിലനിൽക്കാനുള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശം, ജീവിതത്തെ അഭിമുഖീകരിക്കാനും അതിന്റെ വിഭവങ്ങൾ കൈവശപ്പെടുത്താനുമുള്ള അവകാശം, അവന്റെ അഭിമാനം, അവന്റെ ജീവൻ, അവന്റെ രക്തം, സ്വത്ത്, ഇതൊക്കെ ഹക്ക. ആ ഹക്കിന് വേണ്ടി നിങ്ങൾ സംസാരിക്കണം, സത്യത്തിന് വേണ്ടി സംസാരിക്കണം. സത്യവും അസത്യവും കൂട്ടിക്കുടച്ച് ഭരണകൂടങ്ങളും മാധ്യമങ്ങളും അന്താരാഷ്ട്ര സംവിധാനങ്ങളുമൊക്കെ കാര്യങ്ങളെ തെറ്റായി അവതരിപ്പിക്കുമ്പോൾ വതവാസൗ ബിൽ ഹഖ്,
പറയാൻ എന്തൊക്കെ വഴികൾ നിങ്ങളുടെ മുമ്പിലുണ്ട് അതൊക്കെ ഉപയോഗിച്ച് സത്യം പറയുക. മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സാധുക്കളാണ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തന്നാ വാങ്ങിക്കോളൂ. വിധേയത്വത്തിന്റെയും മുട്ടിലടയുന്നതിന്റെയും നിസ്സംഗതയുടെയും അപമാനത്തിന്റെയും റോളിലേക്ക് പോകാൻ ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടില്ല. വതവാസൗ ബിൽ ഹഖ്, സത്യത്തിനു വേണ്ടി സത്യമാവണം, അവകാശമാവണം. അത് നിങ്ങൾ പറഞ്ഞു. നമ്മൾ മറുപുറം മനസ്സിലാക്കണം. നമ്മളത് മാത്രം, മുസ്ലിങ്ങൾ മാത്രം, ദലിതുകൾ, ആദിവാസികൾ, പിന്നോക്ക വർഗങ്ങൾ, കടൽ തൊഴിലാളികൾ, അതുപോലെ തന്നെ കൃഷിക്കാർ, അവരുടെയൊക്കെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. അവരുടെയൊക്കെ സത്യങ്ങളെ, അവരുടെയൊക്കെ നിലനിൽപ്പിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. സോണി സോറി എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിന്റെ മുഖത്ത് ആസിഡ് എറിഞ്ഞു, അറിയോ നിങ്ങൾ? അവളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് മാവോവാദി എന്ന് പറഞ്ഞിട്ട് കരിങ്കല്ല് അവളുടെ അരക്കെട്ടിൽ. ഇതൊന്നും ഇങ്ങനെ പറയാൻ പറ്റൂല നമുക്ക്. അവള് ചോദിച്ചു പത്രസമ്മേളനം നടത്തിയിട്ട്, ഡൽഹിയിൽ നിങ്ങൾ ഒരു പെൺകുട്ടി മരിച്ചാൽ ഡൽഹി പ്രക്ഷുബ്ധമാണ്. പക്ഷെ ജാർഖണ്ഡിൽ, നമ്മുടെ ധോണിയുടെ നാട്ടിൽ, BJP ഭരിക്കുന്ന ജാർഖണ്ഡിൽ വേദാന്ത കമ്പനി എന്ന് പറയുന്ന കൽക്കരി ബോൺസൈറ്റ് കമ്പനിക്ക് വേണ്ടി ഞങ്ങളുടെ ഭൂമിയും കൃഷിയിടങ്ങളും വനമേഖലയും തുച്ഛമായ വിലക്ക് തീരെഴുതി കൊടുത്ത് സ്വത്തും വീടും കൃഷിയിടങ്ങളും നഷ്ടപ്പെട്ട ഞങ്ങളുടെ അവകാശത്തിനു വേണ്ടി സമരം ചെയ്യുമ്പോൾ കടന്നു വന്ന് ഞങ്ങളുടെ പെൺകുട്ടികളെയും ഞങ്ങളുടെ അമ്മമാരെയും ഞങ്ങളുടെ സഹോദരിമാരെയും നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന്റെ സംവിധാനങ്ങൾക്കെതിരെ, അതിന്റെ വ്യവസ്ഥക്കെതിരെ, അതിന്റെ ക്രമത്തിനെതിരെ എവിടെ നിങ്ങൾ? 10ഉം 20ഉം ഇതൊക്കെ ചോദ്യമുള്ള വതവാസൗ ബിൽ ഹഖ്. തെറ്റായി മനസ്സിലാക്കരുത്. ഖുർആനിനെ വായിക്കേണ്ടതുപോലെ ഞാൻ നിങ്ങൾ വായിക്കണം. ചെറിയൊരു അധ്യായമാണ് സൂറത്തുൽ അസ്ർ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. നിസ്കരിക്കുമ്പോൾ എളുപ്പമുള്ള സൂറത്താണ്, പക്ഷെ അതിന്റെ കനണ്ടല്ലോ, അത് പ്രതിനിധീകരിക്കുന്ന ഒരു ആശയമുണ്ടല്ലോ, അത് പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്ന മൂല്യങ്ങളുണ്ടല്ലോ. അത്യന്തം അത്ഭുതകരമായ ഒരു ആശയത്തെ നിങ്ങൾ സത്യത്തിന് വേണ്ടി സംസാരിക്കണം. എന്നിട്ട് പിന്നെ പറയുന്നു വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ടും സംസാരിക്കുക. ISISന്റെ ഭാഷയിലല്ല, RSSന്റെ ഭാഷയിലുമല്ല, കയ്യിൽ ചെങ്കോലും കുറുവടിയും പിടിച്ച ഭാഷയല്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരു സംഘടന കയ്യിൽ കുറുവടി പിടിച്ചിട്ട് പോവുക, ജന്മസിദ്ധമല്ലല്ലോ അത്. പ്രാപഞ്ചിക നിയമങ്ങളിൽ ഒരായുധവുമായിട്ട് ഒരു കുട്ടിയും ജനിക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല. എല്ലാവരും ആയുധം എടുക്കേണ്ടവരല്ല, അതാണ് സ്വാഭാവികമായ രീതി. പക്ഷേ ഒരു സംഘടന ഇന്ത്യയിൽ അതിന്റെ ഒന്നാമത്തെ ചാണ് മുതൽ കയ്യിൽ കുറുവടി പിടിച്ചിട്ട് ആരെ അടിക്കാനാ? ഇത് പൊന്തയിലടിക്കാനാ? പാമ്പിനെ തല്ലാനാ? എന്തിനാണ് ഈ വടി? ഇതിന്റെ രാഷ്ട്രീയം എന്താ? വളരെ അപകടകരമായൊരു പ്രത്യയശാസ്ത്രം. കൊല്ലുക, എതിരാളിയെ തല്ലുക, അവനെ കൈകാര്യം ചെയ്യുക, അങ്ങനെ കുറുവടി പിടിപ്പിച്ച് മനുഷ്യനെ അപകടകരമായൊരു സംവിധാനത്തിലേക്ക് നയിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ, അതിന് ബദലും അങ്ങനെ തന്നെ രൂപപ്പെടണം എന്ന് ഖുർആൻ പറയണില്ല. പിന്നെന്താ ഖുർആൻ പറഞ്ഞത്? വതവാസൗ ബിസ്സബ്ർ, ക്ഷമിക്കാൻ പറയും, സഹിക്കാൻ പറയും, നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കാൻ പറയും. അവരെ പറയുന്നോണ്ട് നിങ്ങൾ പശു ഇറച്ചി ഞങ്ങൾ തിന്നണില്ല. നമ്മുടെ പരസ്പര ബഹുമാനത്തിന്റെ ഭാഗമായിട്ടാകാം. പക്ഷെ സംഘപരിവാരത്തിന്റെ ഓലപ്പാമ്പും അതിന്റെ രാജവംഭാലയും കണ്ടിട്ട് ഞങ്ങളത് ചെയ്യില്ല എന്ന് പറയുന്നത് സ്വബറല്ല, അത് ഭീരുത്വമാണ്, അത് അടിയറവുറയിലാണ്. അതേസമയം രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള സാഹോദര്യ ബന്ധത്തിന്റെ ഊഷ്മളതയ്ക്ക് വേണ്ടി വ്യക്തികളോ ഗ്രൂപ്പുകളോ അത്തരം ഒരു നിലപാടിനെ കുറിച്ചല്ല ഈ പറയുന്നത്. സ്വബർ എന്ന് പറഞ്ഞാൽ ഈ അർത്ഥമൊക്കെ ഉണ്ട്. വതവാസൗ ബിസ്സബ്ർ, നിങ്ങൾ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുക. മറ്റൊരിടത്ത് സൂറത്തുൽ ബലദിൽ ഖുർആൻ പറയണത് എന്താ? വതവാസൗ ബിൽ മർഹമ, വതവാസൗ ബിൽ മർഹമ, കാരുണ്യം കൊണ്ട് ഉപദേശിക്കുക, പരസ്പര സ്നേഹം കൊണ്ട് ഉപദേശിക്കുക. എതിരാളിയെപ്പോലും അലിയിപ്പിക്കാൻ കഴിയുന്ന വളരെ നൈർമല്യമുള്ള, സുഗന്ധമുള്ള, സൗന്ദര്യമുള്ള നിലപാടുകളാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഒരിക്കലും പ്രകോപനത്തിനും സാമുദായിക ജാതീയ വർഗീയ സംവിധാനങ്ങളിലേക്കും നിങ്ങൾ ഇടയരുത്. വതവാസൗ ബിൽ മർഹമ, ഖുർആന്റെ ഈ പ്രയോഗമൊക്കെ എനിക്കെന്നെപ്പോഴാണ് മനസ്സിലാവണം കേട്ടോ. എന്തിനാണ് ഖുർആൻ ഇങ്ങനെ പറയണമെന്ന് നമുക്ക് തിരിയില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഭരണകൂടങ്ങൾ അതിന്റെ സംവിധാനങ്ങളെ ഉപയോഗിച്ച് ജനങ്ങളെ ഞെക്കി, ഞെരുക്കി, അമർത്തി, പിടിയിലൊതുക്കി
അവകാശങ്ങൾ നിഷേധിക്കുന്ന പ്രൊഫഷണൽ സംവിധാനങ്ങൾ അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അതൊരു ഗവൺമെന്റ് ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. വ്യക്തിയുടെയും സമൂഹത്തിന്റെയും അതിന്റെ സംവിധാനങ്ങളുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടി നിലകൊള്ളേണ്ടുന്നവർ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും സംവിധാനങ്ങൾക്കുമെതിരെ അതിനെ പ്രയോഗിക്കുന്നു. എന്താ ചെയ്യാൻ പറ്റുക? ആഗോള സൈനിക സംഘങ്ങൾ, അതിന്റെയൊക്കെ സായുധ സംഘങ്ങൾ, വലിയ വലിയ യുദ്ധങ്ങൾ, കലാപങ്ങൾ ഒക്കെ കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത് ജനങ്ങളെ കൊന്നതിന്നുന്ന അപകടകരമായ നടപടികൾ സ്വീകരിക്കുന്നവർ. മറുഭാഗത്ത് നമ്മൾ ഇപ്പറയുന്ന ISIS-ഉം RSS-ഉം ഒക്കെ പോലത്തെ കൊല്ലുന്ന ഭാഷ, തിന്നുന്ന ഭാഷ, തല്ലുന്ന ഭാഷ മാത്രം സംസാരിക്കുന്ന സംഘങ്ങൾ. ഒന്ന് ഔദ്യോഗിക ഭരണകൂട സംവിധാനമാണെങ്കിൽ മറുഭാഗത്ത് വളരെ വിപരീതമായ, ഇത് രണ്ടും ഒന്നാട്ടോ, അവരെന്നെയാണ് ഇതിനെയും പോറ്റുന്നത്. അതാണ് ഇതിന്റെ രാഷ്ട്രീയം. ഇത് വേറിട്ടുണ്ടായ ഒരു സാധനമായിട്ടാണ് നിങ്ങൾ ഒരു തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ലോകത്തെ അതിന്റെ ഒരു തലമുണ്ട്, അതിലേക്ക് ഞാനിപ്പോ കടന്നു പോകണില്ല. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ ചില സന്ദർഭത്തിലേക്ക് നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. എല്ലാ സംഘടനകളും, ഞാൻ ഒരു സംഘടനയിൽപ്പെട്ടാണെങ്കിൽ എനിക്ക് നിങ്ങൾ എതിരാളി, ഞാൻ നിങ്ങളെ കൊല്ലാനും തല്ലാനും പറയുക, നിങ്ങൾ എന്നെ തല്ലാനും കൊല്ലാനും പറയുക. പിന്നെ നമ്മളിൽ നിന്നുണ്ടാവുന്ന രണ്ടാമത്തെ സംഘടനയും ആ നിലപാടാണ്. ഞാൻ ഒരാളും കൂടി ഉണ്ടാക്കിയ സംഘടനകൾ രണ്ടായി. പിന്നെ മൂപ്പരം പറയണത് തല്ല, കൊല്ല, പിടിക്കുക. പിന്നെ അയാൾക്ക് 10 ആളെ കിട്ടി, അവര് വീണ്ടും വേറെ സംഘടന ഉണ്ടാക്കുന്നു, അവരും പറയുന്നു തല്ലുക, കൊല്ലുക. തള്ള ലോകത്ത് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പെരുമഴ. ആകെ കൊല്ലുകയും തല്ലുകയും ചാവുകയും പൊട്ടുകയും പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം. അവിടെയാണ് ഖുർആൻ പറയുന്നത്, ഇത് വേണ്ട. വതവാസൗബിൽ മർഹമ, കാരുണ്യം കൊണ്ട് നിങ്ങൾ പരസ്പരം ഉപദേശിക്കുക. കാരുണ്യം കൊണ്ടും ദയ കൊണ്ടും വാത്സല്യം കൊണ്ടും ഉപദേശിക്കുക. ഇപ്പറയണതിന്റെ അർത്ഥം നിങ്ങൾ അടിക്കുമ്പോൾ ഞാൻ കൊണ്ടുപോകണമെന്നൊന്നുമില്ല കേട്ടോ, അങ്ങനെ കേട്ട കാര്യമില്ല. നിങ്ങൾ ഇവിടെ ഇട്ട് അടിക്കുകയാണെങ്കിൽ എനിക്ക് അയ്യോ നിങ്ങളെ അടിക്കാം. പക്ഷെ എന്നെ അടിച്ചതിന് പകരം എപ്പോൾ ഇവിടെ നിന്നൊന്നും ചെയ്യാതെ ഞാൻ പിന്നെ പോയിട്ട് വേറെ സ്ഥലത്ത് നിന്ന് ചെയ്യലുണ്ടല്ലോ, അപ്പോൾ ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾ ഇന്നിപ്പോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ശരി ഇയാളെന്ന് കൈകാര്യം ചെയ്ത് വിടണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ അടിച്ചു. ആ അടിക്കണ സമയത്ത് കൊണ്ടുകണ്ട ആദ്യമൊന്നും ഇസ്ലാമിനില്ല, എനിക്ക് അങ്ങോട്ടും അടിക്കാം. അവിടെയും ക്ഷമ എന്ന് പറഞ്ഞാൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പം മാത്രം നേർക്കുനേരെയുള്ള ഘട്ടത്തിൽ ഇവിടുന്ന് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോലീസോ കോടതിയൊക്കെ നോക്കല്ലാതെ ആ തല്ലോനുണ്ട്, ഓനെ നോട്ടിടണം. ഒന്നുകിൽ ഓനെ, അല്ലെങ്കിൽ ഓന്റെ ഭാഗത്തുള്ളവനെ, അല്ലെങ്കിൽ ഓന്റെ അടുത്തു കൂടെ പോയവൻ, അവന്റെ കൂട്ടത്തിലുള്ളവൻ, ആരെയാണ് കിട്ടുക കൈകാര്യം ചെയ്യണം. ഈ രീതി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതിന് പകരം ഖുർആൻ പറയുന്നത് നിങ്ങൾ കാരുണ്യം കൊണ്ടും ക്ഷമ കൊണ്ടും ഒക്കെ. പിന്നെ പറഞ്ഞു വന്നതിലേക്ക് തിരിച്ചു പോകുന്നു. ഒരു ഇസ്ലാം അങ്ങനെയാണ്, സായുധപരമായ ഒരു ഇസ്ലാമുണ്ട്. ലോക കോർപ്പറേറ്റ് ഭരണകൂടങ്ങളും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും വളരെ കൃത്യമായി ഇസ്ലാമിനെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കുറ്റവാളിയാക്കി അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഫണ്ട് ഇറക്കി, ആളെ ഇറക്കി, സംവിധാനങ്ങളെ ഇറക്കി അങ്ങനത്തെ ഒരു ഇസ്ലാമിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക ലോകത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇസ്ലാം അങ്ങനെയുണ്ട്. പക്ഷെ അത് ഇസ്ലാമല്ല. ISIS-ന്റെ ഇസ്ലാം, ലോകത്തെ എല്ലാ മതങ്ങളിലുമുള്ള തീവ്രവാദത്തിന്റെ അത്തരം ധാരകൾ. പിന്നെ മറുഭാഗത്തൊരു ഇസ്ലാമുണ്ട്. അതായത് അപ്പൊ ഈ ഇസ്ലാമിനെ എളുപ്പം തല്ലിക്കൊല്ല, അതാണ് അതിന്റെ ഒരു സൗകര്യം. തീവ്രവാദ ഭീകരവാദ ഇസ്ലാമായ പിന്നെ പിടിക്കാൻ പണിയൊന്നുമില്ല. അത് പറഞ്ഞിട്ട് എല്ലാരും പിടിക്കാം, നിങ്ങളൊക്കെ അങ്ങനെയാന്ന് പറയാം. അതാണ് അതിന്റെ ഒരു സൗകര്യം. അതിനാണ് ആ സാധനത്തിന് ഇങ്ങനെ വെച്ച് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ലോകത്ത് മുഴുവൻ. ആരെ വേണമെങ്കിലും ഏത് നിമിഷവും പൊക്കിയെടുത്ത് തൂക്കിക്കൊണ്ടുപോകാൻ അതിന് പറ്റുന്നൊരു ലോകാന്തരീക്ഷമാണ്. ലോകം ഭരിക്കുന്നത് വേറെ തന്നെ ചില പ്രത്യേക ഗ്രൂപ്പുകളാണ്. അവരൊക്കെ കൂടി ഉണ്ടാക്കിയെടുത്ത നിയമങ്ങളും സംവിധാനങ്ങളും. ഞാൻ പറഞ്ഞത് അത് ഇസ്ലാമല്ല. മറുഭാഗത്ത് പിന്നൊരു ഇസ്ലാമുണ്ട്. അതേതാ? സമാധാനത്തിന്റെ ഇസ്ലാം. അതാനങ്ങൂല, ഐസിലിട്ട വെച്ച പോലെ അവിടെ കിടക്കും. അവരിങ്ങനെ ഗാൻഗാഹുകളിൽ, ദർഗകളിൽ, സൂഫി മഹാന്മാരൊക്കെ വന്ന് ദർഗേതാ, എത്ര നബിമാര് ഏതൊക്കെ ദർഗേതാ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ പഠിക്ക്. ഖുർആൻ എടുത്തിട്ട് പ്രവാചകന്മാരുടെ ചരിത്രം. ഏതായിരുന്നു അവരുടെ ദർഗ? ഏത് മക്ബറയുടെ ഉള്ളറകളിൽ നിന്നാണ് നബിമാർ പുറത്തു വന്നിട്ടുള്ളത്? ഏതായിരുന്നു അവരുടെ ഗാൻഗാഹ്? സാമൂഹിക മധ്യത്തിൽ പ്രവർത്തിക്കാതെ, ജനയിടങ്ങളിൽ നിറഞ്ഞു കവിയാതെ. പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, യഅ്കുലൂന തആമ യംശീ ഫിൽ അസ്വാഖ്. ഇയാൾ അങ്ങാടി കൂടെ നടക്കുന്നു, ജനങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നു. ഇൻ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലത്തെ ആളാണ്. അതിനു പകരം സ്വകാര്യതകളിൽ, നിഗൂഢതകളിൽ, ആശ്രമങ്ങളിൽ, അരമനകളിൽ, പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിൽ വന്ന മഹാന്മാര് മുഴുവൻ നല്ല കടാകടിയന്മാരാ. ഏറ്റവും നല്ല സുഖശീതള ഛായയുള്ള ഇസ്ലാം, സിറിയയുടെയും ഇറാഖിന്റെയും ഈജിപ്തിന്റെയും ഒന്നും പൊരിച്ചിലുകൾ, അതിന്റെ പൊള്ളലുകൾ, അതിന്റെ പലായനങ്ങൾ, അതിന്റെ ദുരന്തങ്ങൾ,
ഭാവി കാലത്ത് അതെങ്ങനെയായിരിക്കും അതിജീവിക്കുക എന്നതിനെക്കുറിച്ച് പോലും എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അവരെ പറയുന്നത് സമാധാനത്തിന്റെ ഒരു ഇസ്ലാമുണ്ട്. അത് ലേശം വെച്ചിട്ട് അവിടെ വിളമ്പിക്കൊടുത്ത് എല്ലാവരോടും കഴിച്ചാലുണ്ടല്ല ലോകത്ത് മുഴുവൻ സമാധാനം ഉണ്ടാകും. സമാധാനത്തിന്റെ ഇസ്ലാം. ഇസ്ലാമിന് മാത്രമല്ല, അത് എല്ലാ മതങ്ങളെയും ചെയ്തു വെച്ചിട്ടുള്ള ഒരു വലിയ കൊലച്ചതിയാണിത്. പ്രവാചകന്മാരെയും പുണ്യപുരുഷന്മാരെയും അതുമായി ബന്ധപ്പെട്ട വിപ്ലവകാരികളെയും ഒക്കെ എന്ത് ചെയ്യുക? സമാധാനദൂതൻ. സമാധാനം എന്ന് പറഞ്ഞാൽ നല്ല ഒരു അരാഷ്ട്രീയ സാധന, ഒരു കേടില്ല. വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ നമുക്കൊരു കുളിരൊക്കെ വരും. സമാധാനം, സ്നേഹം, കാരുണ്യം, ശാന്തത, വാത്സല്യം, ദയ, അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖാണല്ലോ കേൾക്കാൻ. പക്ഷെ എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക? ആരാണ് കാരുണ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നത്? ആരാണ് സ്വസ്ഥതകളും സമാധാനവും ഒക്കെ തകർക്കുന്നത്? എന്തുകൊണ്ടാണ് തകർക്കപ്പെടുന്നത്? പട്ടിണി സമാധാനത്തിനെതിരെ. അപ്പൊ പട്ടിണി ഉണ്ട് ലോകത്ത്. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഓരോ, പക്ഷെ അതിന് അത്തരം സംഗതികളൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു കൃത്രിമമായ സമാധാനവും ഇപ്പോ നമ്മുടെ എല്ലാ മതങ്ങളിലും പെട്ട പല സൂത്രതന്ത്രശാലികളും പ്രയോഗിക്കുന്ന നല്ല ഒരു പ്രയോഗം അത് സമാധാനം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനത്തിന് വേണ്ടി വന്ന ആളാണ്. ഈസാ നബി അതിനു വേണ്ടി ഈസാ നബിനെ ഒരു കുരിശിലേറ്റാൻ തീരുമാനിച്ച് സമാധാനം പറഞ്ഞിട്ട് യേശുവുള്ള സമാധാനം. യേശുവിനെ അന്നത്തെ കാലം വിട്ടിട്ടില്ല, രാഷ്ട്രീയക്കാർ വിട്ടിട്ടില്ല, മതനേതൃത്വങ്ങൾ വിട്ടിട്ടില്ല, അവിടുത്തെ വലിയ വലിയ സംവിധാനങ്ങൾ വിട്ടിട്ടില്ല. മീൻ കച്ചവടക്കാരും മീൻ പെറുക്കാൻ പോകുന്ന പോലെ മുക്കുവന്മാരായിരുന്നു മിക്കവാറും അനുയായികൾ. അത്യാവശ്യം ജീവിത സൗകര്യമുള്ളവരൊന്നും അങ്ങോട്ട് വന്നിട്ടില്ല ഈസാ നബിയുടെ പിന്നാലെ. കാരണം ഇദ്ദേഹം പറയുന്നത് നമ്മൾ സ്വീകരിച്ചാൽ നമുക്ക് വല്ല നഷ്ടമുണ്ടാവും. ഭരണകൂടവും പൗരോഹിത്യവും അവിടെയുള്ള സംവിധാനങ്ങളൊക്കെ ആ പ്രവാചകനെതിരെ തിരിഞ്ഞു, കുരിശ് വിധിച്ചു. കിട്ടിയോ ഇല്ലേ എന്നുള്ള വേറെ ചർച്ച. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇവർ. എന്ത് സമാധാനം പറഞ്ഞിരുന്നാൽ സമാധാനം ഉണ്ടാവും. സമാധാനം പറഞ്ഞ യേശുവിന് അല്ല, മോശ പ്രവാചകൻ, ഇബ്രാഹിം പ്രവാചകൻ, ഏത് നബിമാരികൾ എടുത്ത് പരിശോധിച്ചോ? ഓലൊക്കെ എന്തോ ഭയങ്കരമായ അക്രമപരമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തവരാ. ജനങ്ങൾക്കെതിരെ ഭീകരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയവരാ. ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും മനോഹരമായ മൂല്യങ്ങളുള്ള ആശയങ്ങളെ അവർ അവതരിപ്പിച്ചു. ആ പ്രവാചകന്മാരെ മുഴുവൻ ഏതെങ്കിലും ഒരു പ്രവാചകനെ ഇയാള് നല്ലോനാ എന്ന് പറഞ്ഞിട്ട് ഇവരാരും സ്വീകരിച്ചിട്ടില്ലല്ലോ. ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? സ്വീകരിച്ചിട്ടില്ല. അബൂലഹബും അബൂജഹലും വലീദ് ബിൻ മുഗീറയും മുത്ബയും ഷൈബയും അബൂ സുഫിയാൻ വരെ ഒരു ഘട്ടം വരെ അള്ളാഹുവിന്റെ പ്രവാചകനാരാ നമുക്കറിയില്ലേ? വഅർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. കാരുണ്യം, ദയ, വാത്സല്യം, ദയ, അതിന്റെ മൂല്യങ്ങൾക്കൊരു മനുഷ്യരൂപം സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ അതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെന്ത് പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല. നബി തിരുമേനി അക്രമപരമായ എന്തെങ്കിലും ഒരു വർത്തമാനം, ഒരു മനുഷ്യന് അഭിമാനത്തെ നോവിക്കുന്ന ഒരു വാക്ക് പോലും പ്രവാചകൻ പറയില്ല. അത്രമാത്രം സൂക്ഷ്മത പുലർത്തിയ ആ മഹാവ്യക്തിത്വത്തെ എന്താ അവര് ചെയ്ത്? കഴുത്തില് കയറിട്ട് വലിച്ചു, മുഖത്തടിച്ചു, കാർക്കിച്ചു തുപ്പി, നമസ്കരിക്കുന്ന പ്രവാചകന്റെ മുതുകിൽ ചീഞ്ഞൊളിഞ്ഞ കുടൽമാലകൾ കൊണ്ടുപോയി നിക്ഷേപിച്ചു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ അതിനിഷ്ഠൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കി. പ്രശ്നം എന്താ? ഈ സൂഫി വര്യന്മാര് ദർഗേന്നിറങ്ങി വന്ന ഈ മഹാന്മാര് പറയുന്ന ഇസ്ലാം പറഞ്ഞിട്ടാ? സമാധാനത്തിന് ഇസ്ലാം പറഞ്ഞിട്ടാ? അല്ല. പ്രശ്നം ഇസ്ലാം അത് അബൂജഹലിന് പ്രശ്നമാണ്, അബൂലഹബിന് പ്രശ്നമാണ്, വലീദ് ബിൻ മുഗീറയ്ക്ക് പ്രശ്നമാണ്, ഉത്ബത്തിനും ഷൈബക്കും പ്രശ്നമാണ്, ഫിർഔനും കംസനും രാവണനുമൊക്കെ ഇത് പ്രശ്നമാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? അവര് പറയും കുഴപ്പമില്ലാത്ത മതമാണ് നല്ലത്, സമാധാനമുള്ള മതം ഉണ്ടെങ്കിൽ അത് മതി, അതിന്റെ അപ്പുറത്തേക്കുള്ള മതങ്ങൾ വേണ്ട, ഖുർആന് വേണ്ട, ഗീത വേണ്ട, ബൈബിള് വേണ്ട എന്നാണ് ഈ പറയണതിന്റെ അർത്ഥം. പക്ഷെ ഖുർആനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. അവർ ഖുർആനെ ടാർഗറ്റ് ചെയ്യുന്നത് ഖുർആനെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ഈസയും മൂസയും രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നോട്ടെ, നിങ്ങളെ സ്വകാര്യമായ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ഇട്ട്. അല്ലാതെ നിങ്ങൾ കേരളത്തിന് പലിശരഹിത സാമ്പത്തിക വ്യവസ്ഥ വേണമെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിനെ കൊണ്ട് അത് നടത്താമെന്നാൽ ആ ഇസ്ലാം ഭീകരമാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കും. എന്നിട്ട് ഈ സമ്മേളനത്തിൽ വന്നിട്ട് ഞാൻ പറയും ഇസ്ലാം സമാധാനമാകുന്നു, ഇസ്ലാം സമാധാനമാകുന്നു. വളരെ മനോഹരമായിട്ട് ഞാൻ പ്രഖ്യാപിക്കും. അന്റാർട്ടിക്കയിലും ആഫ്രിക്കയിലും ഇന്ത്യയുടെ മഹാരാഷ്ട്രയിലും ആസാമിലും അടക്കം ആത്മഹത്യ ചെയ്യുന്ന കൃഷിക്കാരന്റെ പിന്നിലുള്ള രാഷ്ട്രീയം പലിശയാണ്. ആ കർഷകന്റെ സമാധാനം എന്ന് പറയുന്നത് പലിശക്കെതിരെയുള്ള ഒരു സാമ്പത്തിക ഘടന പ്രസ്താവിക്കല. അതൊന്നും ആവശ്യമില്ല.
നിങ്ങൾ മക്ബറയിലും ഗാൻഗാഹിലും ഇരുന്നിട്ട് നല്ല സമാധാനമുള്ളൊരു ഇസ്ലാമിനെ ആളുകൾക്ക് കൊടുത്താൽ മതി. ഇത് പറയാൻ കേരളത്തിൽ നിന്നടക്കം ആളുകൾ പോയിരിക്കുന്നു എന്നുള്ളത് ഭാവി കാലത്ത് പല കാര്യങ്ങളിലുമുള്ള സൂചനകളാണ് നിങ്ങൾ പഠിക്കണം. ചിലപ്പോൾ ഇപ്പോയ ആളായിരിക്കും കേരളത്തിൽ നിന്ന് ആദ്യം ഈ സംഘത്തിന്റെ ഉള്ളറകളിലേക്ക് കയറിപ്പോകാൻ സാധ്യതയുള്ളവർ എന്നുപോലും ധരിക്കേണ്ട. അങ്ങനെയാണ് ഇപ്പത്തെ രീതി. വെറുതെ നോവല പോയത് പിടിച്ചിട്ടുണ്ടാവും ശരിക്കും. പല പ്രശ്നം ഞാൻ പറഞ്ഞത് ഇതിനേക്കാള് കിട്ടി. ഈ ഇസ്ലാമിലും നമ്മൾ വീഴേണ്ട കാര്യമില്ല. ജീവനുള്ള ഇസ്ലാം, തുടിക്കുന്ന ഇസ്ലാം, മിടിപ്പുള്ള ഇസ്ലാം, മരവിച്ചതും ചണ്ഡീകരിക്കപ്പെട്ടതും ജീവനില്ലാത്തതും ഐസിലിട്ടതും ആ ഒരു ഇസ്ലാമിനെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ കയ്യിൽ തന്നിട്ടില്ല. നമ്മളെങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തകരാറാ, ഇസ്ലാമിന്റെ തകരാറല്ല. ഒഴുകുന്ന, ചലിക്കുന്ന, തുടിപ്പുള്ള, കരുത്തുള്ള, ആശയലോകത്തും പ്രയോഗരംഗത്തും വമ്പിച്ച മൂല്യങ്ങളെ, ചരിത്രത്തിലെ എല്ലാ നബിമാരെയും എല്ലാ വേദങ്ങളെയും, നബി തിരുമേനി മാത്രമല്ല, ഈസയും മൂസയും രാമനും കൃഷ്ണനും ബുദ്ധനും ജൈനനും കൺഫ്യൂഷ്യസും സുരദൃഷ്ടരും ഒക്കെ പ്രവാചകന്മാരാകാം, പുണ്യപുരുഷന്മാരാവാം. അവരുടെയൊക്കെ ചരിത്രത്തിന്റെ ഉത്തരവാദിത്തമാണ് മുസ്ലിം സമുദായത്തിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇവർ ഇസ്ലാമിനെ കൈകാര്യം ചെയ്യുന്നത് ഇതിനെയൊക്കെ വെച്ച ഒരേ വെടിക്ക് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ തിരിച്ചറിയുക. ഞാൻ അവസാനിപ്പിക്കുന്നു. നന്നായിട്ട് ആലോചിക്കുക. ആരാണ് ഇത് നടത്തുന്നത്? എന്തിനാണ് ഇവർ നടത്തുന്നത്? ഇതിന്റെ അപ്പുറമുള്ള, അതിന്റെ രണ്ടിന്റെയും ഇടയിൽ അപ്പുറത്താണ് ഒരു ഇസ്ലാം ഉള്ളത്. ഈ സമാധാനത്തിന്റെ ഇസ്ലാമും ഈ സംഘർഷത്തിന്റെ ഇസ്ലാമിനും അപ്പുറം ശരിക്കും പ്രവാചകന്മാർ പ്രകൃതിയിലൂടെ സ്വാഭാവികമായി നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള അള്ളാഹുവിന്റെ മൂല്യങ്ങളുണ്ട്, മാനവികമായ മൂല്യങ്ങളുണ്ട്, പ്രകൃതിപരമായ നന്മകളുണ്ട്. അതിനാണ് ഇസ്ലാമെന്നും വേദത്തിന്റെയും പ്രവാചകന്മാരുടെയും ദർശനങ്ങളും എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിനെ എങ്ങനെ പഠിക്കാനും പ്രയോഗിക്കാനും പറ്റുമെന്നുള്ള വലിയ ചിന്തകളും പാഠങ്ങളും ഒക്കെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അല്ലാഹു അതിനൊക്കെ നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد يا أيها الإخوان والأخوات وسيهم عباد الله وإياي بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി ഇസ്ലാമിനെ ശരിക്കും പഠിക്കുന്ന കാര്യത്തിൽ എന്താണിത്, എന്തിനാണിത്, ഇത്തരം കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഉത്തരവാദിത്വത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ പ്രത്യേകമായി സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവെ, ഒരു കാര്യം കൂടി, നല്ല ചൂടാണിപ്പം. അതായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ മുമ്പിൽ വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പിന്നെ ഈ ഒരു ഇത് വന്നപ്പോൾ ഞാനത് പറഞ്ഞതാ. ചുട്ടുപൊള്ളിയും കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം മാത്രം പറയാം, വെള്ളം നന്നായിട്ട് സൂക്ഷിക്കുക. വളരെ അത്യാവശ്യത്തിന് മാത്രം ചെലവഴിക്കുക. വളരെ അത്യാവശ്യത്തിന് മാത്രം ചെലവഴിക്കുക. ഇന്നലെ മിനിഞ്ഞാന്നേറ്റ് വായിച്ചല്ലോ, ലോകത്തെ രണ്ടെണ്ണമാണ് ഏറ്റവും വലിയ കച്ചവടം എന്നാണ്. ഒന്ന് മരുന്ന്, രണ്ടാമത്തെ വെള്ളം. ആയുധ കച്ചവടം കഴിഞ്ഞാൽ, ലോകത്ത് ആയുധ കച്ചവടം കഴിഞ്ഞാൽ ലോക കോർപ്പറേറ്റുകൾ കൈവച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാധനങ്ങളാണ് മെഡിക്കൽ മേഖലയും കുടിവെള്ള കച്ചവടവും. വെള്ളം ഇന്ന് കച്ചവട വസ്തുവായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല, കമ്പനിക്കും ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. കൊക്കക്കോള കമ്പനിയും പെപ്സിയും ഇന്ത്യ ഗവൺമെന്റും തീരുമാനിച്ചാൽ ഉണ്ടാകുന്നതല്ല വെള്ളം. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. ആ വെള്ളത്തെ വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. വീട്ടിലും കുടുംബത്തിലും നമ്മൾ കുളിക്കാനും നനക്കാനും എടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളം ഉണ്ടല്ലോ. ലാത്തൂരിൽ ഇപ്പം നിങ്ങൾ വായിച്ചല്ലോ, പത്രത്തിലൊക്കെ വായിച്ച, ലാത്തൂരിൽ വായിച്ചല്ലേ, വെള്ളത്തിന് വേണ്ടി പോരാട്ടം. എന്നിട്ട് കർഫ്യൂ, 5 ആളുകളിൽ കൂടുതൽ വെള്ളവണ്ടിന്റെ അടുത്തേക്ക് വരാൻ പാടില്ല എന്നാ. ഇവിടേക്ക് വെള്ളം വരാതെ വെള്ളം അങ്ങോട്ട് കൊണ്ടുപോവുക, അവിടെ വരുന്നതിന് ഒരു അപ്പുറത്തേക്ക് പോവുക. അപ്പൊ കാത്തിരിക്കുകയാണ് ഇവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ എത്ര സുബ്ഹാനല്ലാഹ്, എത്ര അൽഹംദുലില്ലാഹ് ഞാനും കൂടെ പറയണം. ആ പ്രശ്നമൊന്നും എനിക്കും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇതൊക്കെ വരും. അത്രമാത്രം ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ മനസ്സുകൾ. അതിന്റെ അകത്തളങ്ങളിൽ ജീർണതകൾ തളം കെട്ടി കിടക്കുക. പശ്ചാത്താപവും തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ നടത്തിയിട്ട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ മനസ്സിനെയും പ്രകൃതിയെയൊക്കെ നമ്മൾ അലിയിപ്പിക്കണം. അള്ളാഹിനോട് നമ്മൾ തേടണം. മഴ പെയ്യണം, വെള്ളം ഉണ്ടാവണം, ചൂട് കുറയണം. അള്ളാഹുവെ, നീ ഞങ്ങൾ അനുഗ്രഹിക്കണം. വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. വീട്ടിലും കുടുംബത്തിലും ഒതുടുക്കുമ്പോഴും ബാക്കി ഏത് സന്ദർഭത്തിലും അത്യാവശ്യത്തിന് ഉപയോഗിക്കുക വെള്ളം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാനും മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിലനിർത്താനും അള്ളാഹുവെ, നീ ഞങ്ങളെ തുണക്കുമാറാകണമേ തമ്പുരാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായിട്ടുമൊക്കെ സംഭവിച്ചു പോയിട്ടുള്ള ചെറിയതും വലിയതുമായ തെറ്റുകളും കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരുമാറാകണമേ തമ്പുരാനെ. നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ശരിക്കും ഇസ്ലാമിനെയും അതിന്റെ അടിസ്ഥാനങ്ങളായ ഖുർആനും സുന്നത്തുമൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. തെറ്റായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാം
അതിനെ ആ ഒരു രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ലോക സാഹചര്യങ്ങൾ, അള്ളാഹുവെ, അതിനിടയിൽ യഥാർത്ഥ ഇസ്ലാമിനെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കാനും പ്രതിനിധീകരിക്കാനുമുള്ള തൗഫീക്ക് നൽകി ഞങ്ങളെയൊക്കെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഇസ്ലാമിന്റെ ഗുണങ്ങൾ എല്ലാ മനുഷ്യർക്കും അനുഭവിക്കാൻ പറ്റുന്ന മാതൃകാ വ്യക്തിത്വങ്ങളായി അള്ളാഹുവെ ഞങ്ങളെയൊക്കെ നീ പരിവർത്തിപ്പിക്കുമാറാകണമേ തമ്പുരാനെ. മുസ്ലിം വ്യക്തികളെ, മുസ്ലിം കുടുംബങ്ങളെ, മുസ്ലിം മഹല്ലുകളെ, മുസ്ലിം സംഘടനകളെ, മുസ്ലിം രാഷ്ട്രങ്ങളെ ലോകത്തിന് വിലയുള്ള, ലോകം അംഗീകരിക്കുന്ന സാംസ്കാരിക മൂല്യങ്ങളിലേക്ക്, ധാർമ്മികതയിലേക്ക് വളരാൻ അള്ളാഹുവെ ഞങ്ങളെയൊക്കെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ കുട്ടികളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഒക്കെ അതിന് നീ തുണക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ട് ഞങ്ങളുടെ ഉമ്മാരുണ്ട്, ഉപ്പാരുണ്ട്, കുട്ടികളും ഇണകളും ഒക്കെ ഉണ്ട്, സഹപ്രവർത്തകരും സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. അവരോടൊക്കെ നീ പൊറുക്കുമാറാകണമേ തമ്പുരാനെ. ഖബറിലെ, ബർസഖിലെ, മഹ്ശറയിലെ വേദനാജനകമായ ശിക്ഷകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കുട്ടികളുണ്ട്, ഇണകളുണ്ട്, രോഗികളായിട്ടുള്ള ഉമ്മാരും ഉപ്പാരും ഒക്കെ ഉണ്ട്, ഞങ്ങളുടെ വാപ്പാരും ഉമ്മാരും ഒക്കെ ഉണ്ട്. അള്ളാഹുവെ, അവരെയും നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. അവരുടെ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും നീ ലഘൂകരിക്കുമാറാകണമേ തമ്പുരാനെ. വലിയ ചൂടാണ് ഞങ്ങളുടെ അന്തരീക്ഷത്തിൽ, വേനൽമഴ വർഷിക്കപ്പെട്ടിട്ടില്ല. പടച്ച റബ്ബേ, കാരുണ്യം കൊണ്ട് നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. വരണ്ട മനസ്സും വലിഞ്ഞുമുറുകിയ സ്വഭാവങ്ങളും കുറ്റകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയവുമായിട്ട് നിൽക്കുന്ന ഞങ്ങളോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സുകളെ നീ അലിയിപ്പിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ മണ്ണിനെയും ഞങ്ങളുടെ പ്രകൃതിയെയും ഞങ്ങളുടെ സമ്പത്തിനെയും ഒക്കെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റഹ്മനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. اللهم إنك عفو تحب العفو فاعف عنا. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا